തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം മുറുകുകയാണ്. ഓരോ മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ ഇലക്ഷന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് യൂത്തിന്റെ റെപ്രസെന്റേഷനാണ്. ഒട്ടനവധി യൂത്തിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നില 24 ലൈവ് ഇപ്പോൾ നിൽക്കുന്നത് കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലാണ്. ഇവിടുത്തെ UDFന്റെ സാരഥിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ശ്രുതി ഗോപി, 26 വയസ്സാണ് പ്രായം. അപ്പോൾ ശ്രുതി ഗോപി യൂത്തിന്റെ മറ്റൊരു റെപ്രസെന്റേഷനാണ്. എങ്ങനെ നോക്കി കാണുന്നു ഈ ഇലക്ഷനെ? കന്നി മത്സരമാണ്. അപ്പോൾ ഇതുവരെയുള്ള വികസന കാര്യങ്ങളിലൊക്കെ കുറച്ച് മാറ്റം വരണം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം നിന്നത്. അപ്പോൾ നമുക്കൊരു മാറ്റം കൊണ്ടുവരണം തന്നെയാണ്. എല്ലായിടത്തും പോയാലും നല്ല സ്വീകരണമാണ്, ഒരു പോസിറ്റീവാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു മാറ്റം വരണം തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഇതുവരെയുള്ള പ്രതികരണമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്, ജയിക്കുന്ന തന്നെയാണ് വിശ്വാസം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ വാർഡ് LDF മുന്നണിയുടെ കയ്യിലാണ്. അപ്പോൾ ഒരു മാറ്റം എന്ന നിലക്കാണ് ശ്രുതി രംഗത്ത് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ യൂത്ത് കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രിവിലേജ് കിട്ടുന്നുണ്ടോ? തീർച്ചയായും. അത് നമുക്കിപ്പോൾ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളൊരു പുതിയ കുട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്നേഹമുണ്ട് എല്ലാവർക്കും കയറി ചെല്ലുമ്പോൾ തന്നെ. അപ്പോൾ അത് തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാം. ഇവിടുത്തെ വോട്ടർമാരുടെ ഒരു പൾസ്, അതിനെ കുറിച്ച് എന്ത് തോന്നുന്നു? വിജയപ്രതീക്ഷയുണ്ടോ? എല്ലാവരും പറയുന്നുണ്ട് ഇപ്രാവശ്യം നീ തന്നെ വിജയിക്കാന്ന്. എല്ലാവരും ഇപ്പോൾ എവിടെ കയറി ചെന്നാലും അവരുടെ വാക്ക് തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്രാവശ്യം നമ്മൾ തന്നെയാണ് വിജയിക്കാന്നുള്ളത്. ഓക്കെ, അപ്പോ ഈ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ വാർഡിന് വേണ്ടി എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നത്? ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് വികസന മുരടിപ്പാണ് കാണുന്നത്. അപ്പോൾ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. റോഡിൻ്റെ കാര്യമായാലും വഴിവിളക്കിൻ്റെ കാര്യമായാലും ഇപ്പോൾ ഇവിടെ അടുത്ത് കുടിവെള്ളത്തിൻ്റെ പ്ലാന്റ് ഉണ്ട്, പക്ഷേ ഇവിടെയൊക്കെ നന്നായിട്ട് കുടിവെള്ളത്തിൻ്റെ ക്ഷാമം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ സർവ്വ മേഖലയിലും ഒരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ത്രീ കാൻഡിഡേറ്റ് ആണ് ഇത്, വനിതാ സംവരണതാണ്. അപ്പം ഇങ്ങനെ സംവരണം വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീ ശാക്തീകരണം ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. അത് നമ്മളിപ്പോൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ധൈര്യം കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഒരു വീട്ടിൽ കയറി ചെല്ലുകയാണെങ്കിൽ തന്നെ ഒരു അനിയത്തി അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മളെ സ്വീകരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു ഉറപ്പ് തോന്നുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. വിദ്യാഭ്യാസ കാലം മുതൽ രാഷ്ട്രീയത്തിലുണ്ടോ? കുറച്ചൊക്കെ, വല്ലാതെ ഇല്ലെങ്കിലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ വല്ലാതെ ഇറങ്ങി തിരിച്ചിട്ടില്ല. ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഹരം കയറി തുടങ്ങിയത്. ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? രാഷ്ട്രീയത്തിൽ തന്നെ സജീവമാവാനാണോ, ജനസേവനത്തിന് വേണ്ടി? അങ്ങനെ ആഗ്രഹമുണ്ട്. എന്നെ കൊണ്ട് കഴിയാവുന്നതും ഞാൻ അതിന് നിൽക്കും. ഫാമിലി അതിനൊരു തടസ്സമാണോ? ഇല്ല, ഒരിക്കലും. എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ്. ശ്രുതി മകനുമായിട്ടാണ് വോട്ട് അഭ്യർത്ഥനയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. കട്ട സപ്പോർട്ടായിട്ട് മകൻ കൂടെ തന്നെ ഉണ്ടല്ലേ? അപ്പൊ അമ്മ ജയിക്കോ? തീർച്ചയായും. അല്ലെ, ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലേ? അപ്പൊ ചെറിയ ആളുണ്ടായിരുന്നു, ഇടയ്ക്ക് ഞാൻ അവളെ കൂട്ടിയിട്ടാ വരാറ്. അപ്പൊ ഇന്നിപ്പോ അമ്മ വീട്ടിലുണ്ട്, അപ്പൊ അവിടെ ആക്കിട്ട് പോന്നു. അവളും നല്ല ഉഷാറാണ്. ഇതിനൊക്കെ എല്ലായിടത്തും ടാറ്റ പറഞ്ഞിട്ടൊക്കെ ഇറങ്ങാം. അപ്പോൾ കുടുംബവും കട്ട സപ്പോർട്ടാണ് അല്ലെ? അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. നില 24 ലൈവിന് വേണ്ടി ക്യാമറമാൻ വിനീതിനൊപ്പം രഹ്ന തബ്സം. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ.